തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് പ്രമാണിച്ച് തോക്കിന് ലൈസൻസ് ഉള്ളവരൊക്കെ തോക്ക് തിരിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും അത് സബ്മിറ്റ് ചെയ്തു. അപ്പുപിള്ള എന്നൊരാൾ ഒഴിച്ച്. സ്ഥലം നെടുഞ്ചാലാണ്. ഇപ്പോൾ ഒരു രജിസ്റ്റർ മാരേജ് കാണിക്കുകയാണ്. അപ്പുപിള്ളയുടെ മകൻ അജയ് ചന്ദ്രനും അപർണയും തമ്മിലുള്ള വിവാഹമാണ്. ആ സമയത്ത് ഇയാൾക്കൊരു ഫോൺ കോൾ വരികയാണ് സ്റ്റേഷനിൽ നിന്ന്. നിങ്ങളുടെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങനെ ഫോൺ അധികം ഉപയോഗിക്കാറില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ തോക്ക് തിരിച്ചിവിടെ ഏൽപ്പിക്കണമെന്നുള്ള ഉത്തരവ് നിങ്ങൾ കണ്ടില്ലായിരുന്നു ചോദിക്കുമ്പോൾ, സാറേ ഞാൻ വീട്ടിലില്ല, വൈകുന്നേരം 4:30 ആവും വീട്ടിലെത്തുമ്പോൾ. അത് പറ്റില്ല, ഉച്ചയ്ക്ക് മുന്നേ എത്തിക്കണം, സാരമില്ല അഡ്രസ്സ് പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് പോയി തപ്പിക്കോളാം എന്ന്. വിവാഹം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇയാൾ ഓൾറെഡി വിവാഹിതനാണ്. ഇയാളുടെ ആദ്യ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചുപോയി. പ്രവീണ എന്നാണ് പേര്. പിന്നെ ഒരു മകൻ ഉണ്ടായിരുന്നു, ചച്ചു. ഈ കുട്ടി ഇപ്പോൾ മിസ്സിംഗ് ആണ്. പുറത്തേക്ക് ഇറങ്ങുന്ന ഇയാൾ തൻ്റെ ആദ്യ ഭാര്യയുടെ ആങ്ങള പ്രക്ഷോഭിനെ അപർണയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവർ ഇപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിൻ്റെ പരിസരത്തൊക്കെ നിറയെ ആൾക്കാരാണ്. കാരണം പോലീസുകാർ തോക്ക് തപ്പി ഇവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അച്ഛനോട് ചോദിക്കുകയാണ് എത്ര നാളായി ലൈസൻസ് പുതുക്കി കിട്ടുന്നത്. അതായത് 3 വർഷങ്ങൾക്ക് മുന്നേ 2021 അവസാനമായിട്ട് ലൈസൻസ് പുതുക്കിയേക്കുന്നത്. അതിനുശേഷം ഇല്ല. അപ്പോൾ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് തോക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് അജയനും ഭാര്യയും. ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അറിയത്തില്ലല്ലോ തോക്ക് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം. എന്നിട്ട് നിങ്ങളൊരു പെറ്റീഷൻ കൊടുക്കാൻ എന്താണ്, എത്രയും പെട്ടെന്ന് റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം, ആ ഗണ്ണിൻ്റെ ലൈസൻസിൻ്റെ കോപ്പിയും കൂടെ വച്ചേക്ക് എന്ന് അജയനെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോലീസ് പോകുന്നുണ്ട്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ആളാണ് അപ്പുപിള്ള. ഇയാളുടെ ഒരു മൂത്ത മകനുണ്ട്, പ്രസാദ്. ഇയാൾ നാട്ടിലില്ല. ഈ മൂത്ത മകനും അച്ഛനും തമ്മിൽ അത്ര രസത്തിലല്ല. ഇയാളുടെ പട്ടാള ചിട്ട സ്വഭാവം തന്നെയാണ് അതിന് കാരണം. ഇപ്പോൾ രാത്രി ചേട്ടനുമായിട്ട് സംസാരിക്കുകയാണ് അജയൻ. ഗണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്ത്, സാരമില്ല പോട്ടെ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും എന്നാൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. കർക്കശ സ്വഭാവക്കാരനാണ് അപ്പുപിള്ള. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട് അജയനോട് കാലത്തെ മണിയനും 2-3 പണിക്കാരും പറമ്പിൽ വരാൻ വേണ്ടി വിളിച്ചു പറയണം കേട്ടോ, മറന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഈ അച്ഛനെന്താ ഇങ്ങനെ എന്ന മട്ടിൽ നിൽക്കുകയാണ് അപർണ. രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായയായിട്ട് പറമ്പിലാകെ നടക്കുകയാണ് അപർണ. ഇപ്പോൾ അവൾ ഒരുപാട് പൊക്കത്തിൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു റേഡിയോ ഇരിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് വാ വിളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന അജയൻ പറയുകയാണ്, ഹനുമാനും സുഗ്രീവനും ഒഴികെ ബാക്കി എല്ലാ കുരങ്ങന്മാരും ഈ ചുറ്റുവട്ടത്തുണ്ട്. അതേ തൊട്ടപ്പുറത്താണ് കാവ്, പിന്നെ കുറച്ച് ദൂരം മാറിയാണ് റിസർവ് ഫോറസ്റ്റ്. അതുകൊണ്ടാണ് കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യം. പണ്ടൊരിക്കൽ ഞങ്ങളുടെ വീട്ടിലെ റേഡിയോ കാണാതെ പോയി. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ പൊക്കത്തിൽ ഈ റേഡിയോ ഇരിക്കുന്നത് കാണുന്നത്. നാട്ടുകാരുടെയൊക്കെ ആ ഒരു ജിജ്ഞാസയും കൗതുകവും കണ്ട് അച്ഛൻ പറഞ്ഞു, അതവിടെ തന്നെ ഇരിക്കട്ടെ, പുറത്തേക്ക് എടുക്കേണ്ടെന്ന്. എൻ്റെ മോന് ഭയങ്കര ദേഷ്യമായിരുന്നു ഈ കുരങ്ങന്മാരെ. അവൻ്റെ നമ്പർ 1 ശത്രുക്കളായിരുന്നു. ഇവൻ കെണി വെച്ച് പോലും കുരങ്ങനെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറമ്പിലാകെ അവൻ്റെ ടോയ്സും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. എല്ലാം കുരങ്ങന്മാർ കട്ടുകൊണ്ട് പോകുന്നതാണ്. കുരങ്ങന്മാർ ഇത്രയും കൂടുതലായ സ്ഥിതിക്ക് തോക്ക് ഇനി വല്ല മരത്തിലും ഇരിപ്പുണ്ടായിരിക്കുമോ, അങ്ങനെ ഒന്ന് നോക്കിയാലോ. അതല്ലേ ഇന്നലെ അച്ഛൻ പറഞ്ഞത് മണിയനെയും കൂട്ടരെയും വിളിക്കാൻ വേണ്ടി. അത് തന്നെ അച്ഛൻ്റെ സംശയം. കുറച്ച് കഴിയുമ്പോഴേക്കും മണിയനും ആൾക്കാരും വന്നു. അവർ തോക്കിനു വേണ്ടി മരങ്ങളൊക്കെ പരതുവാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഇവരുടെ ബന്ധു കൂടിയായ പോലീസുകാരൻ ശിവദാസൻ അങ്ങോട്ട് വരുന്നത്. ഇവന്മാരാരെങ്കിലും താഴെ വീണ് നടുവൊടിഞ്ഞാലും അതിനും നമ്മൾ മറുപടി പറയേണ്ടി വരും. പിന്നെ ഈ കുരങ്ങന്മാരുടെ കയ്യിലാണ് തോക്കെങ്കിൽ കുരങ്ങനായാലും മനുഷ്യനായാലും ആ അടുത്തൊന്ന് പൊട്ടിച്ചാൽ മതി, അത് അതിലും വലിയ വള്ളിക്കെട്ടാകും എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു പോകുന്നു. ഈ അപ്പുപിള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാണ് ഇദ്ദേഹം. വാതിൽ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. 2-3 തവണ ശ്രമിച്ച അവസാനം ദേഷ്യപ്പെട്ട് തൻ്റെ കാറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. റോഡിലെത്തി. ഇപ്പോൾ അവിടെ ഒരു പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുന്ന കാരണം റോഡ് ബ്ലോക്കാണ്. ഇയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ടിന്യൂസ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഗതികെട്ട് പോലീസ് ഇദ്ദേഹത്തിന് കടന്നു പോകാൻ വേണ്ടി വഴി ഒരുക്കി കൊടുത്തു. അപ്പോഴാണ് അപ്പുപിള്ളയാണെന്ന് കാണുന്നത്. അപ്പോൾ കൂടെയുള്ള മറ്റേ പോലീസുകാരനുണ്ടല്ലോ ശിവദാസൻ, അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ഇയാൾ പുറത്തിറങ്ങത്തില്ല, വീട്ടിൽ തന്നെ ഇരിപ്പാണെന്ന്. അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എവിടെ പോകുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം? ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. 16 വർഷമായി പുള്ളി ആർമിയിൽ നിന്ന് പോന്നിട്ട്. നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ നല്ല മനുഷ്യനല്ലേ? അല്ല, ഞാൻ അങ്ങനെയല്ല. ഈ അപ്പുപിള്ള പോയത് തൻ്റെ പരിചയക്കാരൻ സുമദത്തിനെ കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ മകൻ മിസ്സിംഗ് ആയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂവിലാണ് അജയ് ചന്ദ്രൻ. അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ പ്രവീണ എന്തി എന്ന്. അപ്പോൾ അവൾ 2 വർഷം മുന്നേ മരിച്ചുപോയി. കുട്ടിയെ കാണാതായത് 3 വർഷം മുന്നേ, അതായത് 2021 മാർച്ച് 20-നാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ കട്ടാവുന്നുണ്ട്.
പ്രക്ഷോഭ് ചോദിച്ചായിരുന്നു ഇങ്ങനെ കൊച്ചിൻ്റെ കാര്യത്തിൽ നടക്കുമ്പോഴത്തേക്കും അപർണ ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന്. ഏയ് അതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് അജയ് പറയുന്നുണ്ട്. ഇപ്പോൾ അജയും പ്രവീണയും ചച്ചുമായിട്ടുള്ള ഫോട്ടോസൊക്കെ നോക്കി നിൽക്കുകയാണ് ഈ അപർണ. ഇവളാണെങ്കിൽ IT ഫീൽഡിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് അത് നിർത്തിയിട്ട് പിന്നെ MSW ചെയ്തു. അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി അത് കഴിഞ്ഞിട്ട് അതും വിട്ടു. പിന്നെ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അതിനുശേഷം കുറച്ച് കറക്കവും കാര്യം ഇതെല്ലാം വിട്ടിട്ടാണ് ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായിരിക്കുന്നത്. മാവോയിസ്റ്റ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കല്ലേപ്പത്തിയിൽ വെടി പൊട്ടിയിട്ടുണ്ട് എന്നൊരു കൊളീഗ് വന്ന് പറയുന്നു. അതനുസരിച്ച് ആ സ്പോട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അയാളോടൊപ്പം അജയനും. അയാൾ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. വെയിറ്റ് ചെയ്യുന്ന അജയൻ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് സുമദത്തൻ ഫോണിൽ സംസാരിക്കുന്നത് കാണുന്നു. അജയൻ ഒരു സംശയത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണ്. ഇവരുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. ഈ സുമദത്തിനെ കാണാനാണ് അപ്പുപിള്ള പോയിരുന്നത്. ഫോറസ്റ്റിലെ ടെമ്പററി വാച്ചറാണ് സുമദത്തൻ. പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ചാരായം മാറ്റി കൊടുക്കുന്ന ഏർപ്പാടുമുണ്ട്. 14 കൊല്ലം മുന്നേ ഇയാൾക്ക് ചെറിയ നക്സലിസവും ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈറ്റിലെത്തിയേക്കാണ് അജയനും കൊളീഗ്സും. ബാലിസ്റ്റിക് ടീം അവിടെ ഉണ്ട്. ഒരു പരിശോധന നടത്തുവാണ്. അതിൻ്റെ അവസാനം അവർ പറയുകയാണ് റൈഫിൾസ് അല്ല ഉപയോഗിച്ചേക്കുന്നത്, ചെറിയ തരം തോക്കാണ്. അപ്പോൾ മാവോയിസ്റ്റ് അല്ലെന്നാണോ പറയുക? അങ്ങനെയല്ല, കണ്ടുവന്നിരുന്ന രീതി മാറിയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളത്. അപ്പോൾ കുറച്ച് അപ്പുറത്ത് മാറി ഈ സുമദത്തനും വേറൊരാളും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ചേട്ടനോട് ഷെയർ ചെയ്യുകയാണ് അജയൻ. എടാ നീ അച്ഛനോട് ചോദിച്ചോ എന്ന് ചോദിക്കുമ്പം ആഹാ ചെറിയ തോക്കാന്ന് പറഞ്ഞപ്പോഴേക്കും അത് അച്ഛൻ്റെ ആണെന്ന് ചേട്ടൻ അങ്ങ് ഉറപ്പിച്ചോ എന്ന് ചോദിക്കുന്നു. അത് നിനക്ക് അച്ഛനെ ശരിക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടാണ് മോനെ. പിന്നെ ആ സുമദത്തൻ അങ്ങേരെ വീട്ടിൽ കൊള്ളാൻ പറ്റുന്ന ആളല്ല കേട്ടോ എന്ന് പറയുന്നു. ഇപ്പോൾ 7:30 അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. അന്വേഷിച്ചു വല്ലതും പോകണോ? വല്ല സാധനവും വാങ്ങിക്കാനാണെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ പോരെ, ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കില്ലേ എന്നാ പറഞ്ഞ. അത് നിനക്ക് അച്ഛനെ അറിയാൻ പാടില്ലഞ്ഞിട്ടാ. ചില കാര്യങ്ങൾ അച്ഛന് തന്നെ ചെയ്താലേ തൃപ്തിയാവത്തുള്ളൂ. ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്നും പറഞ്ഞ് അച്ഛൻ വിളിക്കുന്നു. ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അപർണ പറയുന്നത് ഞാനും വരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെല്ലുമ്പോഴേക്കും ഈ അച്ഛനോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു കുരങ്ങ് ഈ അച്ഛനെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ നെർവസ് ആവുന്നുണ്ട്. അപ്പോഴേക്കും അജയനും ഭാര്യയും വരുന്നു. എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ച് ഇയാൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവർ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്. തണുപ്പിൻ്റെ ആയിരിക്കും അച്ഛാ, ബാറ്ററി പിന്നെ മാറാൻ സമയമായിരുന്നു. എന്നാൽ പിന്നെ മാറ്റിക്കൂടെ, നിങ്ങൾക്കൊക്കെ എന്തോ എത്ര ഓർമ്മ എന്ന് ചോദിച്ച് വണ്ടിയിൽ കയറിയിരിക്കുന്നു. പിന്നെ അവരിട്ടും കൂടെ ആ കാറിൽ പോകുന്നു, ഇവൾ പുറകെ മറ്റേ കാറിൽ. രാത്രി സമയത്ത് പറമ്പിൽ എന്തൊക്കെയോ കൂട്ടിയിട്ട് കത്തിക്കുന്ന അപ്പുപിള്ള. റൂമിൽ നിന്ന് അപർണ ഇത് കാണുന്നുണ്ട്, ആരോ തീയിടുന്നത്. അവൾ ഭർത്താവിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ടോർച്ചും എടുത്ത് പോയി നോക്കാം എന്നുള്ള മട്ടിൽ വരുമ്പോഴേക്കും ശക്തമായി മഴ പെയ്യുന്നു. പിറ്റേന്ന് കാലത്ത് തന്നെ ഇവർ രണ്ടും കൂടെ, മഴയുണ്ട് എന്നിട്ടും ഇവർ രണ്ടും കൂടെ പോയി അവിടെ ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വീടിൻ്റെ മേളിൽ നിന്ന് ഇത് കാണുന്നു. ഇതിന് ശേഷം ഇവർ മറ്റേ പോലീസുകാരനുണ്ടല്ലോ ശിവദാസൻ, അയാളെ വിളിച്ച് കാണിക്കുന്നു. അയാൾ വന്ന് എക്സാമിൻ ചെയ്തിട്ട് പറയുകയാണ് സ്ഥിരമായിട്ട് ആരോ ഇവിടെ തീയിടുന്നുണ്ട്, നോക്കിയേ ചുറ്റുവട്ടത്തുള്ള പുല്ലൊക്കെ നല്ല വളർച്ച കണ്ട്, പക്ഷേ ഇവിടെ കുറ്റിപ്പുല്ല് മാത്രമാണ്. പോകാൻ സമയത്ത് ഇയാൾ ചോദിക്കുന്നുണ്ട്, എടാ അച്ഛന് ആ സുമദത്തിനുമായിട്ട് ഇപ്പോഴും കൂട്ടുണ്ടോ, വീട്ടിലൊക്കെ വരാറുണ്ടോ? ഇല്ല, എന്തേ? അല്ല, ആ വെടിവെപ്പിന് ശേഷം നിൻ്റെ അച്ഛനും അയാളും കൂടെ കൂട്ടാണെന്നൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്, സ്റ്റേഷനിലും പറയുന്നു. കുറച്ച് കാലത്തേക്ക് ആ കൂട്ട് വേണ്ടെന്ന് നീ അച്ഛനോടൊന്ന് പറഞ്ഞേക്ക് കേട്ടോന്ന്. സുമദത്തിനെ കുറിച്ച് ചോദിക്കുകയാണ് അപർണ. അതെ, പണ്ട് ചെറിയ നക്സലൈറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. എടോ, പണ്ടത്തെ നിലമ്പൂർ കേസില്ലേ, മുൻസിഫ് കോടതിയിലെ ഫയലിന് തീ വെച്ച കേസ്, ആ കേസിൽ അച്ഛനും സസ്പെക്റ്റ് ആയിരുന്നു അപ്പുപിള്ള. എന്നിട്ട് അപ്പൂപ്പനാണ് അച്ഛനെ ആ കേസിൽ നിന്നൊക്കെ വിടുവിച്ചെടുത്ത് പിന്നെ നാട്ടിൽ നിർത്തിയില്ല. അതിനുശേഷമാണ് അച്ഛൻ മിലിറ്ററി പോയതൊക്കെയെന്ന് അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പോലീസുകാരൻ ശിവദാസൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, പിന്നെ ചച്ചുവിൻ്റെ കേസിൻ്റെ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് വിളിച്ചിരുന്നു, നിങ്ങൾ പോയി വെരിഫൈ ചെയ്യണമെന്ന്. കർണാടകയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അജയനും അപർണയും പിന്നെ ശിവദാസനും പ്രവീണയുടെ ബ്രദറും ഒക്കെ. അപ്പം പ്രവീണ ചേച്ചിക്ക് ലക്കുണ്ട്, കിടന്ന് വിഷമിക്കേണ്ടിയും വന്നില്ല, ഇതൊന്നും കാണേണ്ടിയും വന്നില്ല എന്ന്. കുട്ടിയെ കാണാതായ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും പൊള്ളാച്ചിയിലും തിരുപ്പൂരിലും വെച്ച് അവനെ കണ്ടു എന്ന് പറയുന്നവരുണ്ട്. എല്ലാം ഭയങ്കര അന്വേഷണമായിരുന്നു, പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ലെന്ന്. ഇപ്പോൾ അജയൻ പറയുകയാണ്, ഞാൻ അവൻ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിം ഓർക്കുമായിരുന്നു, ഓർമ്മ കിട്ടുന്നേ ഇല്ല, ശരിക്കും എനിക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടേ ഇല്ല. പ്രവീണ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടാണെങ്കിൽ പിന്നെ ഒട്ടും തന്നെ പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അവൻ്റെ ഗെയിമിൻ്റെ കാര്യം ഓർക്കുന്നതെന്ന്.
അപ്പുപിള്ളയെ കാണിക്കുവാണ്. ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസ്, കുട്ടിയുടെ ഫോട്ടോസും ഒക്കെ നോക്കുവാണ്. എന്നിട്ട് ഒരു ഫയൽ തുറന്ന് ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സ്, കുട്ടിയെ കാണുവാനില്ല എന്ന് പരസ്യം കൊടുത്തേക്കുന്ന ആ കട്ടിങ്സ്, പിന്നെ പണ്ടത്തെ നിലമ്പൂർ കേസിൽ ഇയാളെയും സുമതത്തിനെയൊക്കെ അറസ്റ്റ് ചെയ്തതിൻ്റെ ആ പേപ്പർ കട്ടിങ് ഒക്കെ വായിക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും സുമതത്തിനെ കാണാൻ വേണ്ടി പോകുന്നു. ഇതേസമയം കർണാടകത്തിൽ അകത്ത് പോയി വെരിഫൈ ചെയ്യുകയാണ് അജയൻ അത് തൻ്റെ കുട്ടി ചച്ചു അല്ല എന്നുള്ളത്. അങ്ങനെ അവർ തിരിച്ചു വരുന്നു. ഒരു സ്ത്രീ സർവേക്ക് വേണ്ടി വീട്ടിൽ വന്നപ്പോൾ മറുപടി കൊടുക്കാൻ വേണ്ടി അപ്പുപിള്ള ബുദ്ധിമുട്ടുവാണ്. മക്കളുടെ പേര് പോലും ഫുൾ നെയിം പറയാൻ അദ്ദേഹം തൻ്റെ ഫോണിൽ ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാവോ സാറേ എന്ന് അവർ ചോദിക്കുമ്പോഴേക്കും ഇദ്ദേഹം തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ആരെയും കാണുന്നില്ല. ഇത് അപർണ മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. രാത്രി ഈ കാര്യം അവൾ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്. എൻ്റെ പേരെടുത്ത് അച്ഛൻ വിളിച്ചില്ല, ഭയങ്കര ദേഷ്യമായിരുന്നു, യു എന്നൊക്കെ കടന്ന് വിളിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ ആ ഒരു ദേഷ്യം ഒന്നും കാണിച്ചില്ല. അങ്ങനത്തെ ഒരു സംഭവമേ നടക്കാത്ത മട്ടിലായിരുന്നു അച്ഛൻ്റെ പെരുമാറ്റം. അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയത്. അതായത് 10 താഴെ കോൺടാക്റ്റ് മാത്രമേ ഫോണിലുള്ളൂ. അത് തന്നെ ഓരോരുത്തരും ആരാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ബ്രാക്കറ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. എടാ, നീ ആശാരിയെ വിളിച്ചില്ലേ എൻ്റെ റൂമിൻ്റെ വാതിൽ നന്നാക്കാൻ വേണ്ടി എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. എന്തോ ആയാലും വേണ്ടില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വാതിൽ നന്നാക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് രൂക്ഷമായിട്ട് ഇവളെ ഒന്ന് നോക്കിയിട്ട് പോകുന്നു. അപ്പോൾ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ അച്ഛൻ്റെ റൂമിൽ കയറിയായിരുന്നു എന്ന്. അപ്പോൾ അവൾ അതാ എനിക്ക് മനസ്സിലാകാത്തത്, വീട്ടിലുള്ള ഒരാൾ റൂമിൽ കയറിയാൽ എന്താ കുഴപ്പമെന്ന്, അച്ഛൻ അത് ഇഷ്ടമല്ല, അത്രയും മനസ്സിലാക്കിയാൽ മതിയെന്ന് അച്ഛൻ പറയുന്നു. അതെന്താ അങ്ങനെയെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അച്ഛന് ഡയബറ്റീസ് മാത്രം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഇത് കണ്ടോ, അച്ഛൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ ഗുളികയാണ്, ആൻറ്റി ഡിപ്രസൻ്റ് ആണത്, ന്യൂറോ പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കുന്ന മരുന്നാണെന്ന്. പിന്നെ അന്ന് അച്ഛൻ്റെ ആർമി ഫ്രണ്ട് വന്നില്ലേ, ആ ദിവസം അയാൾ ഭയങ്കര ടോക്കറ്റീവായിരുന്നു. പക്ഷെ അച്ഛൻ ഭയങ്കര പരിങ്ങലും പമ്മിയാണ് ഓരോ ചോദ്യങ്ങൾ. അച്ഛൻ്റെ കയ്യിൽ ചെറിയൊരു ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ നോക്കിയിട്ട് വായിക്കുന്ന പോലെയാണ് അച്ഛൻ കുശലങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അയാൾ പോയി കഴിഞ്ഞപ്പോഴും എന്തോ അതിൽ കുത്തി കുറിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ അന്ന് രാത്രി കാറ് സ്റ്റാർട്ടാവുന്നതിനും പറഞ്ഞ് നമ്മളെ വിളിച്ചില്ലേ, അതിലും എനിക്ക് സംശയമുണ്ട്. വീട്ടിലേക്കുള്ള വഴി മറന്നിട്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം എഴുന്നേറ്റ് പോയി വാതിലടച്ചിട്ട് തിരിച്ചു വരുന്നു. അച്ഛന് മറവിയുടെ പ്രശ്നമുണ്ട്. ഇതാദ്യം നോട്ടീസ് ചെയ്ത് പറഞ്ഞത് എൻ്റെ മോൻ ചച്ചുവാണ്. അന്ന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞങ്ങളൊക്കെ പേടിച്ചു പോയി. എങ്ങനെയെങ്കിലും അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ജേക്കബ് അങ്കിൾ ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ന്യൂറൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ശരിയായി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത്രയും കാലമായിട്ടും അച്ഛൻ്റെ മറവി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അപ്പോൾ ആ പുള്ളി എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അങ്കിളിന് ഇത് എപ്പോഴാണ് മനസ്സിലായത്? അപ്പോൾ തനിക്ക് ഇതേവരെ കാര്യമൊന്നും പിടികിട്ടിയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. വല്ലാത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസറായിരുന്നു പിള്ള. ഇദ്ദേഹത്തിൻ്റെ മറവി ഞങ്ങൾക്കിടയിൽ ചിരിയുണർത്തുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ ഇയാൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പക്ഷേ വന്ന് അവസാനം വലിയൊരു പ്രശ്നമായി. ഇയാൾക്ക് ഒരു തരത്തിലും കവറപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ. അതായത് സർവീസിലുള്ള ഒരു പിസ്റ്റൾ ഇയാൾ എവിടെയോ വെച്ച് മറന്നു. ശരിക്കും ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയില്ല, അത് മറച്ചു വെക്കാനും ശ്രമിച്ചു. പുറത്തറിഞ്ഞാലുള്ള നാണക്കേടായിരിക്കും. അവസാനം ഈ സാധനം തിരിച്ചു കിട്ടി. എവിടുന്നാണെന്നറിയുമോ? നിൻ്റെ അച്ഛൻ്റെ വാഷിംഗ് മെഷീനകത്തുനിന്ന്. പുള്ളിക്കാരൻ്റെ സർവീസ് റെക്കോർഡ് ഗുഡായിരുന്നതുകൊണ്ടും പിന്നെ ഫോഴ്സിൻ്റെ ഗുഡ്വില്ലിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടും അധികം പുറത്തറിയിക്കാതെ ഇമ്മീഡിയറ്റ് എഫക്റ്റോടുകൂടി അയാളെ ടെർമിനേറ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും അച്ഛന് ഏറ്റവും വലിയ വിഷമമാണിത് പുറത്തറിയുന്നത്. അതുകൊണ്ടാണ് നിന്നോട് പോലും പറയാതിരുന്നത്. അച്ഛൻ്റെ ആഗ്രഹം അതാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് എന്ന് അജയൻ ഭാര്യയോട് ചോദിക്കുന്നു. അജയൻ്റെ പഴയ വീഡിയോസ് ഇരുന്ന് കാണാൻ പറഞ്ഞു. അതിൽ ചച്ചുവും പ്രവീണയും സുമതത്തിനും അജയനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവള് ചോദിക്കുകയാണ്, അച്ഛനുമായിട്ട് എങ്ങനെയായിരുന്നു ചച്ചു? ഉടനെ അജയൻ പറയാണ്, അവന് 2.5 വയസ്സുള്ളപ്പോഴാണ് പ്രവീണയുടെ അസുഖം ഡയഗ്നോസ് ചെയ്തത്. പിന്നെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഞങ്ങൾ എപ്പോഴും ഓട്ടത്തിലായിരുന്നു. അച്ഛനായിരുന്നു അവൻ്റെ കൂടെ കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ പട്ടാളച്ചിട്ട അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ ചോദിച്ചത്? അല്ല, അച്ഛൻ മറന്നുപോയ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നവൾ സംശയിക്കുന്നു. പ്രവീണ ചേച്ചിയായിട്ട് ഹോസ്പിറ്റലായിരുന്നിട്ട് സന്ധ്യയ്ക്ക് തിരിച്ചു വരുമ്പോഴല്ലേ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിഞ്ഞത്? അതായത് അച്ഛനും ചച്ചുവും മാത്രമുള്ള സമയത്ത്. അപ്പോൾ അച്ഛന് അറിയാമെങ്കിലും അച്ഛൻ മറന്നു പോയതാണെങ്കിലോ എന്ന് അവൾ ചോദിക്കുന്നു. ഇപ്പോൾ വല്ലാതെ വിഷമിക്കുകയാണ് അജയൻ. ഇപ്പോൾ പുറത്ത് ആൾക്കൂട്ടവും പോലീസും ഒക്കെ കണ്ടിട്ട് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ്. അതായത് 2 കൊല്ലം മുന്നേ ഇവൻ്റെ അച്ഛൻ വിറ്റ പ്രോപ്പർട്ടിയിൽ എന്തോ ഒരു സ്കെൽട്ടൺ കണ്ടു എന്നും പറഞ്ഞിട്ടാണ്
ഈ ബഹളം. അപ്പോൾ ശിവദാസൻ അവിടെയുണ്ട്. അവളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കഴിയുമ്പം ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞ് ഇവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അത് കഴിയുമ്പോൾ ഫോറൻസിക്കുകാർ വരുന്നുണ്ട്. അവർ വന്ന് പരിശോധിച്ചിട്ട് മനുഷ്യൻ്റെ അസ്ഥികൂടമല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. രാത്രി സമയം അജയൻ വീടിൻ്റെ മുറ്റത്ത് നിന്ന് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുമായിട്ട് സംസാരിക്കുകയാണ്. വീട്ടിനുള്ളിൽ തൻ്റെ മുറിയിലിരുന്ന് പത്രത്തിൽ നിന്ന് എന്തൊക്കെയോ വെട്ടിയെടുത്ത് ഫയൽ ചെയ്യുകയാണ് അപ്പുപിള്ള. ഇത് ജനലിലൂടെ കാണുന്നുണ്ട് അപർണ. ഇവിടെ തിരിച്ച് നടക്കുമ്പോഴേക്കും പെട്ടെന്ന് അപ്പുപിള്ള വന്ന് ആ ജനൽ വലിച്ചടയ്ക്കുന്നു. അത് കേട്ടിട്ട് അവൾ വല്ലാണ്ട് അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഇവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വിഷമിച്ച് വരുന്ന അജയൻ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ 3.5 കൊല്ലം മുൻപേ വെടികൊണ്ട് മരിച്ച കുരങ്ങിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ പറമ്പിൽ നിന്ന് കിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന്. ഈ കാര്യം ഇവളോട് പറയുന്നത് മേളിൽ നിന്ന് അപ്പുപിള്ള കേൾക്കുന്നുണ്ട്. അതിൻ്റെ നിഴൽ ഇവർ താഴെ കാണുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് അജയൻ. ഇപ്പോൾ കാട്ടിൽ നിന്ന് അച്ഛനും സുമതത്തിനും കൂടെ സംസാരിക്കുന്ന ഇവൻ കാണുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം റോഡിലൂടെ നടന്നു വരുമ്പോഴേക്കും ഇവൻ അടുത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട്, അച്ഛൻ കാർ എടുത്തില്ലായിരുന്നോ? അതിൽ പെട്രോളില്ല, ഞാൻ ഇന്നലെ അടിച്ചായിരുന്നല്ലോ, കയറിക്ക് വെച്ചാൽ ഞാനും വീട്ടിലേക്കാണെന്ന്. അങ്ങനെ അദ്ദേഹം അതിലേക്ക് കയറിയിരിക്കുന്നു. ഇപ്പോൾ ഇവൻ ആ ചത്ത കുരങ്ങിൻ്റെ ന്യൂസ് എടുത്തിടുവാണ്. അത് 3 വർഷമായി ചത്തിട്ട്, നമ്മൾ 2 വർഷമല്ല അയാൾ ആ പറപ്പ് വിറ്റത് കൊണ്ട്. വെടികൊണ്ടാണ് കുരങ്ങ് ചത്തതെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അത് എൻ്റെ തോക്കാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചോ എന്ന് ചോദിക്കണം. അല്ല അച്ഛാ, അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ടെൻഷൻ ആകുമൊന്നും വേണ്ടെന്ന്. അവരാണോ നീയാണോ ചോദിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം VMC ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എന്തോ റിപ്പോർട്ട് ചോദിച്ചിട്ടാണ്. അത് കിട്ടി. അതപ്പോൾ അയാൾ തൻ്റെ കയ്യിലുള്ള ചെറിയ ബുക്കിലേക്ക് എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഇദ്ദേഹം വല്ലാണ്ട് നെർവസാണ്. ഇപ്പോൾ ആ ഒരു ജംഗ്ഷനിലെത്തി. ഇനി ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് സംശയിച്ച് വണ്ടി അവിടെ നിർത്തി ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ബസ് അതുവഴി വന്നിട്ട് നെടുഞ്ചാലേക്ക് പോകുന്ന വഴി അത് തിരിയുമ്പം ഇയാൾക്കും അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ ബസ്സിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നു. ഇദ്ദേഹം വീട്ടിലെത്തുമ്പോൾ ഇദ്ദേഹത്തിനെ കാത്ത് ഒരു ഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ വീടിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ, ഈ ഫോട്ടോ ഇവിടെ ഇരുന്നതല്ലേ, ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നോ, ഇതാ ഇതിൻ്റെ കറക്റ്റ് സ്ഥലം എന്നൊക്കെ അയാൾ പറയുമ്പോൾ ഇയാളും പോയി ആ ഫോട്ടോ നോക്കുകയാണ്. ഇയാളുടെ ഒപ്പം ആർമിയിലുണ്ടായിരുന്ന ആളാണെന്ന് ഇയാൾക്ക് ഒരുവിധം ബോധ്യം വരുന്നുണ്ട്. ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയിട്ട് ഇയാൾ ഓരോരുത്തർക്കും ഓരോ ചെറിയ നോട്ട് പാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് വെച്ച് നോക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ആ ബുക്കിൽ ആ ചെറിയ നോട്ട് പാഡിൽ നോക്കിയാണ് ഇയാളോട് സംസാരിക്കുന്നത്. അജയനും അപർണയും പുറത്താണുള്ളത്. ഇവർ ഫോൺ വിളിച്ചിട്ട് ഇയാൾ എടുക്കുന്നില്ല. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അച്ഛൻ ഫോൺ എടുക്കാറില്ല എന്ന് അജയൻ പറയുന്നു. ഇപ്പോൾ ഇവർ വണ്ടിയിലിരുന്ന് ഇങ്ങനെയുള്ള അസുഖക്കാർക്ക് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള വീഡിയോ കാണുവാണ് യൂട്യൂബിൽ. അപ്പോൾ ഇവൾ പറയുകയാണ്, ആരെങ്കിലും അച്ഛനൊന്ന് ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ ഇത്രയും സ്ട്രഗിൾ അച്ഛൻ ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം ഇങ്ങനെയുള്ളവർക്ക് ആരെയും വിശ്വാസം ഉണ്ടാവത്തില്ല, ആരെങ്കിലും മുതലെടുത്താലോ എന്നുള്ള പേടിയാണ് എന്ന് അജയൻ പറയുന്നു. അപ്പുപിള്ളയോട് തങ്ങൾ ഒരുമിച്ച് ആർമിയിലുണ്ടായിരുന്നപ്പോൾ ഉള്ള കഥകളൊക്കെ പറയുകയാണ് അദ്ദേഹം. പക്ഷേ ഇയാൾ കയ്യിലുള്ള നോട്ട് പാഡ് മറിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് വിസിറ്റിൻ്റെ സമയത്ത് ഇയാൾ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് അപ്പുപിള്ള ഈ നോട്ട് പാഡിൽ എഴുതി വെച്ചേക്കുന്നു. അതനുസരിച്ച് പിന്നീട് കേൾക്കുന്ന എല്ലാം കള്ളമായിട്ട് ഇദ്ദേഹത്തിന് തോന്നുവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ അയാളെ ഉപദ്രവിക്കുന്നു. അയാൾ അപ്പുപിള്ളയെ പിടിച്ച് തള്ളി സോഫയിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ നിന്ന് തെറിച്ചു പോയ നോട്ട് പാഡ് എടുത്തിട്ട് അതിനകത്തുനിന്ന് 1-2 പേപ്പർ കീറി തൻ്റെ പോക്കറ്റിലേക്ക് വെക്കുന്നു. ഈ സമയത്ത് അജയനും ഭാര്യയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എപ്പോൾ വന്നു? വന്നിട്ട് കുറേ നേരമായി മോനെ, ഇറങ്ങാൻ തുടങ്ങുവാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരാൻ കേട്ടോ എന്ന് പറയുന്നു. അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോൾ മുറ്റം വരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോകുന്നുണ്ട് അജയനും അപർണയും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പോയ 2 പേര് സ്റ്റേഷനിൽ വന്ന് കുറച്ച് ഫോട്ടോസ് കാണിക്കുകയാണ്. ഒരു കുരങ്ങിൻ്റെ കയ്യിൽ ഗണ്ണിരിക്കുന്ന ഫോട്ടോ. ഇത് കണ്ട് ആകെ അപ്സെറ്റായി പോലീസ്. ഇപ്പോൾ വേണ്ട പ്രിക്വേഷൻസ് ഒക്കെ അവരെടുത്തു. ഇനിയിപ്പോൾ ഗണ്ണ് മിസ്സിങ് ആയിരിക്കുന്ന അപ്പുപിള്ളേരാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ഇത് കൺഫേം ചെയ്യിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം വന്നിട്ടുണ്ട്. പുറത്ത് നിൽക്കുന്ന അജയനും അപർണയും കൂടെ സംസാരിക്കുകയാണ്. ഇതാ നമ്മുടെ തോക്ക് വല്ലതും ആണെന്നും എല്ലാം കൺഫേം ആയി കഴിഞ്ഞാൽ ആകെ വള്ളിയാകും എന്ന് പറയുന്നു. അത് നമ്മുടെ അല്ലാന്ന് അച്ഛനങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് അപർണ. ഈ സമയത്ത് സൂക്ഷിച്ച് ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഇത് തൻ്റെ തന്നെയാണെന്ന് അയാൾ കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡറൊക്കെ വാങ്ങിക്കാൻ പോലീസ് പ്ലാൻ ചെയ്യുന്നു.
പതിവ് പോലെ കുറേ പേപ്പർ വേട്ട് പറമ്പിൽ പോയി കത്തിച്ച് കളയാണ് അപ്പുപിള്ള. ഇത് മറഞ്ഞു നിന്ന് അപർണ കാണുന്നുണ്ട്. ഇയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പം അവൾ ഓടിച്ചെന്ന് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഇയാൾ വന്ന് അവളെ ഉപദ്രവിച്ച് പറമ്പിലേക്ക് തള്ളിയിടുന്നുണ്ട്. അങ്ങനെ ഇവൾ എഴുന്നേറ്റ് അച്ഛൻ അടങ്ങിയിരിക്കുക കത്തിക്കല്ലേ എന്ന് പറഞ്ഞ് ഇവൾ മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പിടിയും വലിയുമായി. അജയൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇവരെ പിടിച്ചു മാറ്റുന്നു. അപ്പൂപ്പൻ ചെന്ന് വീഴുന്നുണ്ട്. ഇപ്പുറത്ത് അപർണയും വീഴുന്നുണ്ട്. അജയൻ ആദ്യം അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അതിനുശേഷം വന്ന് അവളെ എഴുന്നേൽപ്പിക്കുന്നു. ഉടനെ അപ്പൂപ്പൻ പെട്ടെന്ന് എല്ലാം മറന്നു പോകും. ഇയാൾ കുറച്ച് നേരം ആലോചിച്ചിട്ട് നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മുറിക്കാത്ത തീർത്തോണം, അല്ലാതെ ഇവിടെ വന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്നു. ആ പോകുന്ന വഴിയും തെറ്റിപ്പോയി. തിരിച്ചു വന്ന് ഇപ്പുറത്തെ വഴിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. നിനക്കിപ്പോൾ മതിയായോ എന്ന് അജയൻ ഭാര്യയോട് ചോദിക്കുന്നു. അജയേട്ട അത് അച്ഛൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നീയും കൂടെ തുടങ്ങിക്കോ. നാട്ടിൽ ഓൾറെഡി കുറേ കഥകളുണ്ട്. നീ ഇനി ഓരോ കഥ ഉണ്ടാക്കിക്കോ. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്നു. അവളിങ്ങനെ വല്ലാതെ അവിടെ നോക്കി നിൽക്കുന്നു. ഇവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ചോദ്യം ചെയ്യാൻ വേണ്ടി അപ്പുപിള്ളയെ പോലീസ് കൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹത്തിനോട് പറയാണ്, സുമദത്തിനെ ഞങ്ങൾ കണ്ട് സംസാരിച്ചിരുന്നു, അയാളുടെ സ്റ്റേറ്റ്മെൻറ്റും വാങ്ങിയിട്ടുണ്ട്. 2021 മാർച്ച് 3-ാമത്തെ ആഴ്ചയിൽ ഒരു കുരങ്ങ് വെടിയേറ്റ് ചത്തിട്ടുണ്ട് നിങ്ങളുടെ പറമ്പിൽ. ജോയിയുടെ പറമ്പിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങൾ അതാണ്. ആ തോക്ക് നിങ്ങളുടെ തോക്കിൽ നിന്നാണ് ആ വെടിയേറ്റിരിക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. പക്ഷേ തോക്കിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് സുമദത്തിന് അറിയില്ല. അത് നിങ്ങൾ പറയണം. ഇതൊന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പുപിള്ള. ശിവദാസൻ ഫോൺ വിളിച്ച് അജയനോട് പറയാണ്, എടാ ഇത് ഒരു നടക്കൊന്നും പോകത്തില്ല കേട്ടോ, നിൻ്റെ അച്ഛൻ്റെ പഴയ ചരിത്രം വരെ തോണ്ടിയെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പോലീസുകാർ. ആ സുമദത്തൻ ഇവരോട് എന്തോ പറഞ്ഞെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ് പറ്റത്തുള്ളൂ, അതുകൊണ്ട് നീ പോയെന്ന് അന്വേഷിക്കണം. അങ്ങനെ അപർണയും അജയനും കൂടെ സുമദത്തനെ കാണാൻ വേണ്ടി പോയേക്കുന്നു. സുമദത്തൻ കാര്യങ്ങൾ പറയാണ്, പണ്ട് ഞാൻ റേഞ്ച് ഓഫീസറിനെ കാണാൻ പോയിട്ട് വരുന്ന വഴിക്കാണ് പിള്ളയെ ഒന്ന് കാണാമെന്ന് കരുതി വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു വെടിവെച്ച കേട്ട് ചൊല്ലുമ്പം കൊച്ചിനെ വല്ലാണ്ട് അടിക്കുവാണ് പിള്ള. ഞാൻ പിടിച്ചു മാറ്റിയപ്പം ദേഷ്യപ്പെട്ട് പറഞ്ഞു, എൻ്റെ പെട്ടിയിൽ പൂട്ടി വെച്ചിരുന്ന തോക്കെടുത്താണ് ഇവൻ ഈ പണി കാണിച്ചത്, ഈ കേസ് വന്നാൽ എങ്ങനെയാവും നിനക്കറിയാവോ എന്നൊക്കെ ചോദിച്ചു. താനും നടങ്ങും കൊച്ചുകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അതിനുശേഷം ഞാനാണ് പറമ്പിൽ കൊണ്ടുപോയി കുരങ്ങിനെ വെട്ടി മൂടിയത്. തിരിച്ച് ഞാൻ കൈയും കാലും കഴുകി വരുമ്പോഴേക്കും എനിക്ക് കുടിക്കാൻ പായസം കൊണ്ടു തന്നു. എന്നിട്ട് ചച്ചുവിൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ചച്ചുവിനോട് ചോദിച്ചു മോനും പായസം കൊണ്ടുവരട്ടെ എന്ന്. ഞാനപ്പോൾ അത്ഭുതപ്പെട്ടു, ഇയാളെന്താ ഇങ്ങനെ, ചിലപ്പോൾ ഇനി ഇയാൾ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ എടുക്കുന്നതെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ എപ്പോഴാണ് ചേട്ടൻ അത് അങ്ങനെ അല്ലാന്ന് മനസ്സിലായതെന്ന് അപർണ ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തോക്ക് കാണുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് പറഞ്ഞു. പിന്നെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള വരവാണ്. ഓരോ തവണ കേൾക്കുമ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും. പണ്ടത്തെ നിലമ്പൂർ കേസും ആ സഖാക്കളുടെ കാര്യം വരെ ഇടയ്ക്ക് അവരെയൊക്കെ പോയി കണ്ടിട്ടുമുണ്ട്. അല്ല ചേട്ടാ, ഇപ്പോൾ കല്ലേപ്പത്തിയിലെ വെടിവെപ്പ് സംഭവമായിട്ടും കുരങ്ങിൻ്റെ കയ്യിൽ തോക്ക് കണ്ട സംഭവമായിട്ട് അച്ഛന് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പം സ്വന്തം മക്കൾക്ക് പോലും അച്ഛനെ ഇത്രയും മാത്രമേ അറിയത്തുള്ളൂ എന്ന് സുമദത്തൻ തിരിച്ചു ചോദിക്കുന്നു. പോലീസ് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ള ആകെ വിഷമിച്ച് ഇപ്പോൾ അവിടെ ഇരുന്ന് തന്നെ യൂറിൻ പാസ് ചെയ്ത്. ഇത് കാണുന്ന പോലീസും ആകെ നെർവസ് ആവുന്നു. സങ്കടവും ദേഷ്യവും വന്ന് വിഷമിച്ച് നിൽക്കുകയാണ് അജയൻ. നേരത്തെ ആർമിയിലെ പഴയ ഫ്രണ്ടാണെന്ന് പറഞ്ഞ ഒരാൾ വന്നു അയാളെ പിടിച്ച് തള്ളിയൊക്കെ ഇട്ടില്ലായിരുന്നു. അത് ശരിക്കും ഒരു തെറാപ്പിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അച്ഛൻ അറിയാതെ അജയൻ വെച്ചിട്ടുള്ള തെറാപ്പിസ്റ്റാണ്. പുള്ളി വിളിച്ചു പറയാണ്, ഇങ്ങനെ ഒരുപാട് സമയം പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ ആകെ പാനിക്കാവും, അതിന് മുമ്പ് അച്ഛനെ റിലീസ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകണം. അങ്ങനെ അയാൾ വന്ന് പോലീസിനെ കാണുന്നുണ്ട് അജയൻ്റെയോടൊപ്പം. അജയനും ശിവദാസനും അദ്ദേഹം കൂടെ. എന്നിട്ട് പറയാണ്, ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും, അല്ലാതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മൂഡിലാണെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പോൾ അച്ഛന് ഈ മെമ്മറി ലോസ് പണ്ടേ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അത് കാരണമാണ് അച്ഛൻ്റെ ജോലി പോയത് തന്നെ. ഇത് അച്ഛൻ്റെ ടെർമിനേഷൻ്റെ സമയത്ത് നടത്തിയ മെഡിക്കൽ ചെക്കപ്പിൻ്റെ കോപ്പിയാണെന്നും പറഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ അച്ഛനെ വിടുന്നില്ലെങ്കിൽ ഞങ്ങൾക്കിത് കോടതിയിൽ മൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇതൊക്കെ പബ്ലിക് ആവുന്നത് അച്ഛന് ഇഷ്ടമുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോലീസുകാരൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. 7 വർഷം മുന്നേ ആണ് ഇയാൾക്ക് ഗണ്ണ് ലൈസൻസ് വെരിഫിക്കേഷൻ നടത്തിയത് പോലീസുകാർ. പക്ഷേ 16 വർഷം മുന്നേ മെമ്മറി ലോസും അൺസ്റ്റെബിലിറ്റിയും കാരണം ഇയാളെ ആർമിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് എന്നുള്ളത് തങ്ങൾക്ക് പാരയാകുമെന്ന് മനസ്സിലാക്കുന്ന പോലീസ് ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു.
ഈ സമയത്ത് പറമ്പിൽ തീയിട്ട സ്ഥലത്ത് പോയി ബാക്കി വന്ന പേപ്പേഴ്സൊക്കെ ഒരു പാത്രത്തിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുകയാണ് അപർണ. ഇതിനുശേഷം ഇവൾ അപ്പൂപ്പൻ്റെ മുറിയിൽ ചെന്ന് അതെല്ലാം പരിശോധിക്കുന്നു. അവസാനം ഇവൾ അവിടെ ഒളിപ്പിച്ച ആ നിലയിൽ ആ തോക്ക് കണ്ടെത്തുന്നു. ഈ സമയത്ത് അച്ഛനെയും കൂട്ടി അജയൻ വീട്ടിൽ വന്നു. ആ തെറാപ്പിസ്റ്റും കൂടെയുണ്ട്. അപ്പോൾ ആരാണ് എൻ്റെ റൂമിൽ കയറിയെന്ന് ചോദിച്ച് ബഹളം വെക്കുകയാണ് ഇദ്ദേഹം. എന്നിട്ട് നീ ഒറ്റൊരുത്തിയാണ് ഇറങ്ങിപ്പോകുന്നു പറഞ്ഞ് അവളെ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ് ആശാരിയെ ഇപ്പോൾ തന്നെ വിളിക്കണമെന്ന്. തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുകയാണ് അപർണ. അയാളെല്ലാം എഴുതി സൂക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ വലിച്ചുവാരി ഇട്ടതിൻ്റെ ദേഷ്യമാണ് കാണിച്ചതെന്ന്. എഴുതി സൂക്ഷിക്കുന്ന ആൾ പിന്നെ അതെല്ലാം കത്തിച്ച് കളയുമോ സാർ എന്നവൾ ചോദിക്കുന്നുണ്ട്. അത് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അദ്ദേഹം എന്തൊക്കെ ഓർക്കുന്നുണ്ടെന്നും എന്തൊക്കെ ഓർമ്മയില്ലെന്നും അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ എന്നും പറഞ്ഞ് അയാൾ പോകുന്നു. അച്ഛൻ്റെ റൂമിൽ കയറിയതിന് അപർണയെ ഷൗട്ട് ചെയ്യാണ് അജയൻ. നീ വന്ന് അന്ന് തുടങ്ങിയാണ് നിൻ്റെ ഒരു ഷെർലക് ഹോംസ് കളി എന്ന് പറയുമ്പം അവൾ ആ തോക്കെടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. അച്ഛൻ്റെ റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ആ പോലീസ് സ്റ്റേഷനിൽ പോയി ആ കുരങ്ങിൻ്റെ കയ്യിൽ കണ്ട തോക്ക് അച്ഛൻ്റെ ആണെന്ന് കൺഫേം ചെയ്തത് അച്ഛൻ ആ കേസ് അങ്ങ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ചാൻസായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഈ തോക്ക് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് കണ്ടില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഈ വീട്ടിലൊരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ശരിയാണ്, ഞാൻ ചച്ചുവിനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ വീട്ടിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മോനായിട്ട് വേണ്ട കുട്ടിയല്ലേ അവൻ. അറ്റ്ലീസ്റ്റ് അവൻ എന്താ പറ്റിയതെങ്കിലും നമ്മൾ അറിയണ്ടേ. അറിയാൻ തന്നെയാണ് അച്ഛനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള പാകപ്പിഴ കൊണ്ട് എന്തെങ്കിലും വന്നു പോയോ എന്ന്. അതാണ് അച്ഛനെ കുത്തിക്കുറിച്ച് വെക്കുന്നതും അവസാനം അതെല്ലാം മറച്ചു വെക്കാൻ തന്നെ കത്തിച്ച് കളയുന്നത്. മറ്റുള്ളവരെ അല്ല, സ്വയം മറക്കാൻ. അതാണ് ഈ കത്തിച്ച് കളയുന്നത്. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും പുതിയതായിട്ട് അതെല്ലാം വീണ്ടും ചെയ്യും. കഴിഞ്ഞ ദിവസം ചെയ്തത് മറന്നു പോയതുകൊണ്ട് എന്ന് പറയുന്നു. സോൾവ് ചെയ്യാൻ തന്നെയാണോ അച്ഛനും ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് കരയുകയാണ് അജയൻ. ഇപ്പോൾ അപർണ ഇങ്ങനെ ആലോചിക്കുകയാണ് സുമദത്തൻ പറഞ്ഞ കാര്യങ്ങളും തെറാപ്പിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവൾ പറയുന്നു എങ്കിൽ അച്ഛനത് ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ശരിക്കും എന്നാണ് ചച്ചു മിസ്സിങ് ആയത്? ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസം, ചച്ചുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എന്നാണ് അജയേട്ടൻ എന്നോട് പറഞ്ഞത്. അത് ശരിക്കും 19-ാം തീയതിയാണ്. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് 20-ാം തീയതി രാത്രിയിലാണ് പരാതി കൊടുക്കുന്നത്. എന്നോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ എന്നവൾ ചോദിക്കുന്നു. പഴയ സംഭവം പറയുകയാണ് അജയൻ. ഹോസ്പിറ്റലിൽ നിന്ന് പ്രവീണയും കുട്ടിയും വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ജോലി സ്ഥലത്തേക്ക് അയാൾ പോയി. രാത്രി മടങ്ങി വരുമ്പോഴേക്കും അയാൾ കാണുന്നത് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ചച്ചുവിനെയും കരഞ്ഞു തളർന്ന് അടുത്തിരിക്കുന്ന പ്രവീണയുമാണ്. കാര്യം തിരക്കുമ്പോഴേക്കും കുട്ടി തോക്കെടുത്ത് വെച്ച് കളിക്കുകയായിരുന്നു. പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കയ്യിൽ നിന്ന് അറിയാതെയാണ് അത് സംഭവിച്ചത് എന്ന് പറയുന്നു. ഇയാൾ കരഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് മാറിയിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോഴേക്കും രാത്രിയിൽ അച്ഛൻ കയറി വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ അടുക്കളയിൽ പോയി ഒരു ചായ ഉണ്ടാക്കുകയാണ്. ഇവൻ അടുത്തേക്ക് ചെന്ന് കാര്യം പറയാൻ വേണ്ടി അച്ഛാന്ന് വിളിക്കുമ്പോഴേക്കും അച്ഛൻ ഡോക്ടറിനെ കാണുന്ന കാര്യം പറയാനാണ് ഇവൻ വരുന്നതെന്ന് വിചാരിച്ചിട്ട് അയാൾ പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ വെച്ച ചായ അടുപ്പത്തിരുന്ന് തിളച്ചു തൂവി പോകുന്നു. ഇവൻ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ ഭാര്യ കുറേ ഗുളിക വാരി കഴിച്ചിട്ട് ബോധം കെട്ട് കിടക്കുകയാണ്. അവനൊന്നും നോക്കാതെ അവളെ എടുത്ത് വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ആത്മഹത്യാ ശ്രമമായിരുന്നല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിൽ അറിയിക്കണം എന്ന് ഡോക്ടർ വാശി പിടിക്കുകയാണ്. പക്ഷേ ഇവളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അറിയുമ്പോഴേക്കും ഇവളുടെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ ആ പേപ്പർ എടുക്കാൻ വേണ്ടി ഇവൻ വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ ഇവൻ അത്ഭുതപ്പെട്ടു പോയി. കുട്ടി മരിച്ചു കിടന്ന സ്ഥലം, ബോഡി അവിടെ കാണുന്നില്ല, അവിടെ എല്ലാം ക്ലീനായി കിടക്കുന്നു. നോക്കുമ്പോൾ ഇവൻ്റെ അച്ഛൻ ഡൈനിങ് ടേബിളിലിരുന്ന് കഞ്ഞി കുടിക്കുകയാണ്. ഒന്നും സംഭവിക്കാത്ത പോലെ അദ്ദേഹം ഉറങ്ങാനായിട്ട് പോവുകയും ചെയ്തു. എന്താണ് അവിടെ നടന്നതെന്ന് അറിയാൻ വയ്യാതെ അവനങ്ങനെ നിൽക്കുകയാണ്. ഒരു ദിവസം അച്ഛൻ പറമ്പിൽ നിന്ന് കുറേ പേപ്പറൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്ന കണ്ടിട്ട് അജയൻ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ അച്ഛൻ പറയുകയാണ് എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും പറ്റിയോ എന്നറിയാനായിരുന്നു എൻ്റെ ശ്രമം. തിരുത്താൻ പറ്റാത്ത കള്ളങ്ങൾ പറയരുത്. നിങ്ങൾ മാർച്ച് 19-നാണ് ഹോസ്പിറ്റലിൽ പോയതും കീമോ ചെയ്തതും. അതിൻ്റെ റെക്കോർഡ് അവിടെയുണ്ട്. എൻ്റെ പിസ്റ്റളിലിപ്പോൾ 2 ബുള്ളറ്റ് കുറവാണ്. അതിലൊരെണ്ണം എങ്ങനെയാണ് പോയതെന്നുള്ളത് സുമദത്തൻ പറഞ്ഞിട്ട് എനിക്കറിയാം. 2ാമത്തെ ബുള്ളറ്റോ അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും കേസ് മർഡറായിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ ആരുടെ കൈകൊണ്ടാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാനത് ചോദിക്കാനും പോകുന്നില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം കൂടെ താങ്ങാനുള്ള ശേഷി അവൾക്കില്ല. നിന്നെ ഒരു കുറ്റക്കാരനായിട്ട് കാണാനും എനിക്ക് കഴിയില്ല. ആർക്കും ഗുണമില്ലാത്ത സത്യങ്ങൾ ഇങ്ങനെ അങ്ങ് കത്തിത്തീരട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം പേപ്പർ എല്ലാം കൂടെ എടുത്ത് തീയിലേക്ക് ഇടുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ അസുഖത്തിന് ചികിത്സയില്ല, പക്ഷേ ഞാനിപ്പോൾ ഹാപ്പിയാണ്. അതൊരു ഫ്രീഡം അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള റിയാലിറ്റിയിൽ ജീവിക്കാനുള്ള ഫ്രീഡം എന്ന് അദ്ദേഹം പറഞ്ഞ് കരയുന്നു. ഇപ്പോൾ അജയൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ചച്ചു എവിടെയെന്നുള്ള ചോദ്യം അന്നും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ചോദിച്ചാൽ അച്ഛനത് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ ഓർമ്മയില്ലെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആവില്ലേ? അത് വേണോ വേണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അജയനും അപർണയും പ്രക്ഷോഭം കൂടെ നാഗ്പൂർക്ക് പോവുകയാണ് ചച്ചുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ചച്ചുവിനെ അല്ല കാണാൻ പോകുന്നത് എന്ന് അറിയാമെങ്കിലും തങ്ങൾക്കങ്ങനെ പോയേ പറ്റൂ എന്ന് അപർണ ആത്മകഥം ചെയ്യുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അഭിനയിച്ചല്ലേ മതിയാകുമെന്ന്. ഇപ്പോൾ വീണ്ടും പഴയതുപോലെ സുമതത്തിനെ കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുന്ന ആപ്പുപിള്ളയെ കാണിക്കുന്നു.